32 സങ്കീർത്തനം എടുക്കാം. അതിലൊരു ശക്തമായ ഒരു വചനമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാതെ അറിയാവുന്ന വചനങ്ങളൊന്നായിരിക്കും. 32 സങ്കീർത്തനം, അതിൻ്റെ 6ാമത്തെ വാക്യം, Psalm 32:6. അവർക്ക് വായിക്കാം. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. ആര്? ദൈവഭക്തർ. എങ്ങനെയാണ് ദൈവഭക്തരുടെ അടയാളങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അവർ കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കും, അവർ കർത്താവിൻ്റെ വചനത്തെ അന്വേഷിക്കും, അവർ കർത്താവിൻ്റെ വചനത്തിൽ ആനന്ദം കണ്ടെത്തും. അങ്ങനെ ഒരാളെ സങ്കീർത്തകൻ വിളിക്കുകയാണ് ദൈവഭക്തൻ, ദൈവഭക്ത. പറഞ്ഞേ ഹല്ലേലൂയ. അവരെന്താ ചെയ്യുക? 32:6 വായിച്ചേ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. അടുത്ത വാക്യം ഉറക്കെ വായിച്ചോ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവരെ സമീപിക്കില്ല. കഷ്ടത ഉണ്ടാവില്ലെന്നല്ല, കഷ്ടത കരകവിഞ്ഞൊഴുകുകയൊക്കെ ചെയ്യും, അല്ലേ? ആ കഷ്ടതയ്ക്ക് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന സങ്കടത്തിന്റെ പേരിട്ട് വിളിച്ചാൽ മതി. നിങ്ങളുടെ ദുഃഖമോ ദുരിതമോ വേദനയോ ആവലാതിയോ സങ്കടങ്ങളോ കൺഫ്യൂഷൻസോ, നിങ്ങളുടെ ട്രോമാസ്, നിങ്ങളുടെ വേദനകൾ, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇന്നിപ്പോൾ ഈ വചനം കേൾക്കുന്ന ഈ മണിക്കൂറിൽ കടന്നു പോകുന്ന എന്ത് കഷ്ടതയാണേലും അതിപ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. നാളെ ചിലപ്പോ അണപൊട്ടി ഒഴുകിയേക്കാം. തീരത്തെ തല്ലി തകർക്കുന്ന പോലെ ഒരു തിരമാലയായിട്ട് നാളെ ഈ കഷ്ടത നിങ്ങളുടെ വീടിനെ ആഞ്ഞടിച്ച് തകർക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം. കഷ്ടത കരകവിഞ്ഞൊഴുകും, ഒഴുകിയാലും അത് നിങ്ങളെ സമീപിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസം പറഞ്ഞേ ഹല്ലേലൂയ.